ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൊന്നൂസിൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പം നമുക്ക് വലുതായിട്ടുള്ളൊരു ആഘോഷമൊന്നും ഇല്ല കേട്ടോ. ചെറിയ രീതിയിലുള്ളൊരു ആഘോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിറന്നാൾ. എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നതാണ്, പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്രാവശ്യം അത് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം രാവിലെ തന്നെ ചേച്ചി പൊന്നൂസിനായിട്ട് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ചേച്ചി വരുമ്പോൾ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പൊന്നൂസ് പിന്നെ ആ മിഠായി കിട്ടിയപ്പോൾ തന്നെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവന് വേഗം ആ മിഠായി എല്ലാവർക്കും തായോ ഞാൻ കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ എന്തെങ്കിലും വിശേഷങ്ങൾ, ബർത്ത്ഡേ, ഇങ്ങനെ പിന്നെ കല്യാണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ, എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ അടുത്ത വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കും കേട്ടോ. ഞങ്ങളുടെ ഈ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് മിഠായിയൊക്കെ ഞാൻ അവന് ഒക്കെ ആക്കി കൊടുത്ത് പൊതിഞ്ഞ് എല്ലാവർക്കും ഉള്ളതാക്കി കൊടുത്തിട്ട് അവന് സച്ചൂട്ടനുമാണ് കേട്ടോ എല്ലാവർക്കുള്ള മിഠായി കൊണ്ടു കൊടുക്കുന്നത്. മിഠായിയൊക്കെ കൊടുക്കൽ കഴിഞ്ഞത് അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അച്ഛനും ഇവിടെ വീട്ടിലുള്ളവർക്കൊക്കെ മിഠായി കൊടുക്കുമായിരുന്നു കേട്ടോ. പൊന്നുത്സവനതേ അച്ഛനും മിഠായിയൊക്കെ കൊടുത്തു. അച്ഛന് ഷുഗറാണ്, എന്നാലും അച്ഛൻ ആഗ്രഹത്തിന് വേണ്ടിയിട്ടൊരു മിഠായി കഴിച്ചു കേട്ടോ. കുട്ടി തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അച്ഛനൊരു മിഠായിയൊക്കെ കഴിച്ചു. മിഠായിയൊക്കെ കൊടുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേച്ചിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇങ്ങനൊരു ആഘോഷമായിട്ട് മാറിയത്. ആഘോഷം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമൊന്നുമല്ല, കുഞ്ഞാഘോഷം തന്നെ. എന്നാൽപ്പോഴേ ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കൂടിയപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ട് എല്ലാ കേക്കൊക്കെ മുറിച്ചു, മിഠായി ഒക്കെ കിട്ടി. ആൾ നല്ല ഹാപ്പിയാണ്, പൊന്നൂസ് നല്ല ഹാപ്പിയാണ്. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു. കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു. അതിന്നും ഒരു ചെറിയ പീസ് അച്ഛന് കൊടുത്തു കേട്ടോ. എപ്പോഴെങ്കിലും അല്ലേ, എന്നും ഇല്ലല്ലോ, എന്തെങ്കിലും അല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഒരു പീസ് അച്ഛന് കൊടുത്തു. പൊന്നൂസും വേണ്ടുവോളം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ കേക്ക്. പൊന്നൂസിൻ്റെ ഡേ ആയ കാരണം പൊന്നൂസ് ഒരുപാട് കേക്കിൻ്റെ പീസൊക്കെ കഴിച്ചു. കേക്കൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പൊന്നൂസിന് ആദ്യം ഫുഡ് കൊടുത്തു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. വന്നവർക്കൊക്കെ ആദ്യം കൊടുത്തു. ചേട്ടനും അനിയേട്ടനും ചേച്ചിയുടെ ചേട്ടനും എല്ലാവരും ആദ്യം ഇരുന്നു കേട്ടോ. അവർക്കൊക്കെ ആദ്യം കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാനും അമ്മയും ചെറിയ ചേച്ചിയും കണ്ണമ്മൂനും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പം നമുക്ക് ചായയൊക്കെ കുടിച്ചു. കപ്പയായിരുന്നു കേട്ടോ ചായക്ക് കടി. കപ്പയും ചായയൊക്കെ കുടിച്ചു. പിന്നെ നൈറ്റിൽ ഇതേ ഒട്ടും പ്രതീക്ഷിക്കാതെ ചേച്ചി വേറൊരു കേക്കുമായിട്ട് വന്നു. മൂത്ത ചേച്ചി മിഠായി കൊണ്ടുവന്നു. അപ്പോൾ ചേച്ചിയാണെങ്കിൽ രാവിലെ മിഠായിയൊക്കെ വാങ്ങിച്ച് തന്നിരുന്നു. അത് കൂടാതെയാണ് ഇപ്പോൾ നൈറ്റിൽ കേക്കൊക്കെ വാങ്ങിച്ച് വന്നത്. പിന്നെ അത് കൂടാതെ ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ആഘോഷമാക്കി മാറ്റിയിട്ടോ. ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും ഇന്ന്. ലഡു നാളെ എടുക്കാമെന്നുള്ളതിൽ മാറ്റി വെച്ചു കേട്ടോ. എല്ലാതും മധുരമായ കാരണം എല്ലാവർക്കും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. രാത്രിയിൽ കൊണ്ടുവന്ന കേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാണാനും നല്ല ഭംഗിയുള്ളൊരു കേക്ക് കേട്ടോ. രാവിലെ അനിയേട്ടൻ കൊണ്ടുവന്ന കേക്ക് അത്ര കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്ത രീതിയിലുള്ളതായിരുന്നു. പക്ഷേ ഈ കേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അനിയേട്ടൻ കൊണ്ടുവന്നതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അവർ പേരെഴുതിയതൊന്നും ഒരു വൃത്തിയില്ലാത്ത രീതിയിലായിരുന്നു പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. ലഡുക്ക് അത്യാവശ്യം വേണ്ടവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒക്കെ മധുരമായി. അങ്ങനത്തെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ചേച്ചിയും ഏട്ടനൊക്കെ പോയി. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നുണ്ട്.